ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്നാണ് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയ ഐറ്റം കിട്ടിയിട്ടുണ്ട്, മുളക്. ഇവനാണ് ഇന്നത്തെ താരം. സൂപ്പർ ഐറ്റം, വലിയ മുളകാണ്. ഇവനെ നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കണം. ഒരു മഴക്കാലമൊക്കെ ആണ് വരുന്നത്. തുലാമാസം മഴയൊക്കെ വരുന്ന സമയത്ത് ഇതേലും ഒരെണ്ണം കടിച്ചുകൊണ്ടിരുന്നാൽ പേടിക്കുകയൊന്നും വേണ്ട. അപ്പം ഇവനെ നമുക്ക് കീറി നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കാനായിട്ട് പോകാം. അതിന് മുമ്പേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണം. വലിയ മുളകായുണ്ട്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് കീറാം. ഇവനെ ഇതുപോലെ രണ്ടായിട്ട് കീറി തീർന്നു. പിന്നെ ഇതിനെ കളഞ്ഞില്ലേലും കുഴപ്പമില്ല. ഈ പിള്ളേർക്കൊക്കെ കഴിക്കണം, കൊച്ചു പിള്ളേർക്ക് കഴിക്കണ എരിവ് കാണും ചിലപ്പോൾ. ഇവനെ അങ്ങ് എടുത്തങ്ങ് കളഞ്ഞേക്കാം. പിടിക്കുന്നതുകൊണ്ട് എരിവ് കാണും. മുളകെല്ലാം നമ്മൾ കീറി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ: 300 ഗ്രാം കടലമാവ്, 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, കായപ്പൊടി, 3 ടീസ്പൂൺ അരിപ്പൊടി വറുത്തത്, സോഡാപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കണം. ഇത്രയും വേണം സാധനങ്ങൾ. ഇവനെ നമുക്ക് മാവൊന്ന് കലക്കാനായിട്ട് പോകാം. ഇതിൻ്റെ അകത്തോട്ട് എല്ലാം കൂടെ നമുക്ക് കുടഞ്ഞിട്ട് കൊടുക്കാം. ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ സോഡാപ്പൊടി ഇത്രയും വേണം. പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് ഇളക്കണം, അല്ലെങ്കിൽ കട്ടയാകും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് കാണാം. അരിപ്പൊടിയും കടലമാവും എല്ലാം നല്ലപോലെ മിക്സായിട്ടുണ്ട്. അധികം വെള്ളം നീട്ടാനും പാടില്ല, അധികം കുറുകാനും പാടില്ല. ഇതുണ്ട്, ഈ പരുവത്തിന് നിൽക്കണം, എന്നാലേ മുളകെ പിടിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് അടുപ്പ് കത്തിക്കാനായിട്ട് പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മുളക് ബജ്ജി ഇടാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി മാവൊന്നും വേണ്ട, ഇത് പിടിക്കാനായിട്ടുള്ള മാവ് മതി. സൂപ്പർ മണം വരുന്നുണ്ട്. ഒരു സൈഡ് മുട്ടെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത് മറിച്ചിട്ട് കൊടുക്കാം. സൂപ്പർ മണം, കൊതി വരുന്നു. എൻ്റെ അമ്പമ്പോ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇവനെ കോരി അങ്ങ് എടുത്തേക്കാം. സൂപ്പർ മണം. അടുത്ത കൂടെ നമുക്ക് പെട്ടെന്ന് നല്ല മഴ വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാം. ലാസ്റ്റത്തെ നമ്മൾ അടുപ്പിൽ കിടക്കുവാണ്. ഇതൊന്ന് മൂക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ലാസ്റ്റത്തെയും ഇതുണ്ടാക്കി കഴിഞ്ഞു. ഇവനെ കോരി അങ്ങ് എടുത്തേക്കാം. എണ്ണയൊക്കെ വാന്നിട്ട് വാലണം. എണ്ണ വാലാൻ പറ്റും. സൂപ്പർ ഐറ്റം. നമ്മുടെ ബജ്ജി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പേ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് സാധനം. ഈ മുളകും മുളക് പൊടിയും സവോളയും ഉപ്പും എണ്ണയും വിനാഗിരിയൊക്കെ ഒഴിച്ച് സൂപ്പർ ഐറ്റമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കാം. എണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ കൊതി വരും ഇത് രണ്ടും കൂടെ കണ്ടപ്പോൾ. തട്ടുകടയെക്കാട്ടിൽ നമുക്ക് സൂപ്പറായിട്ട്
വീട്ടിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. സൂപ്പർ ഐറ്റമാണ് നമ്മൾ ഇത് വേണ്ട ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മുളക് ബജി. ഇതാണ് മുളക് ബജി. സൂപ്പർ ഐറ്റം. എൻ്റെ അമ്പമ്പോ സൂപ്പർ മണവും. എനിക്ക് കൊതി വരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇവനെ നമുക്ക് കഴിച്ചോണ്ട് നോക്കാം. എൻ്റെ അമ്പമ്പോ നമ്മൾ കടയിൽ മേടിക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ പെട്ടെന്ന് മേടിക്കാൻ പോയി. അപ്പോൾ നമ്മൾ അതിനെക്കാളും നല്ല 1 കിലോ മുളക് മേടിച്ചാൽ അയൽവക്കത്തെ വീട്ടിൽ വരെ കൊടുക്കുക. അതുപോലെ ഇഷ്ടം പോലെ സാധനം ഉണ്ടാക്കാം. ഒരു മുളക് 2ആയിട്ട് കീറാം. ഒരു മുളകിന് കീറിയതിന് 10 രൂപയ. ഒരു മുളക് കീറി 2 എണ്ണം കിട്ടും. ഇപ്പോൾ 20 രൂപയെ ലാഭമായ. അപ്പോൾ നിങ്ങൾ ലാഭം നോക്കുക. ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഈ ഇതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓ, എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം. ഇതിൻ്റെ കൂടെ കഴിച്ചപ്പോഴത്തേന് ലെവല് വേറെ ആയി. എന്താണെന്ന് ചോദിച്ചാൽ 4 മണിക്ക് ഒരു പലഹാരം ഉണ്ടാക്കണമെങ്കിൽ ഇത് പെട്ടെന്നുണ്ട്. സൂപ്പർ ഐറ്റമാണ്. ഞാൻ കഴിക്കിട്ട് കൊതി വരും. എന്നിട്ടും പറയാനായിട്ട് സമയം കിട്ടുന്നില്ല. ഇതുകൊണ്ട് പറയാം. എൻ്റെ പൊന്നെ, ഓ എൻ്റെ അമ്പമ്പോ സൂപ്പർ ഐറ്റം. അപ്പം നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലാസ്റ്റൊരു ബെല്ലൂടെ അടിച്ചേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.